ഹരി സാർ സാർ ശരവണനോ? ആഹാ, എന്താ ശരവണ, നീ എവിടെ പോയതാ? മാർക്കറ്റിൽ പോയിരുന്നു സാർ. സാർ ഒരു കാര്യം കേട്ടാച്ച് നീങ്ക ഇങ്ങിരുന്ന് കിളമ്പുതാ സുജാത മേഡം ചൊല്ലിയാച്ച്. അങ്ങനൊരു പ്ലാനുണ്ട്, ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. എതുക്ക് സാർ? എല്ലാവരും ഇപ്പോൾ ഒരു കുടുംബം പോലെ പോയിട്ടിருக்கு. അതിലിരുന്ന് നീങ്ക മട്ടും. ശരവണ, സുജാത ആൻറ്റിയോട് ഞാൻ അതിൻ്റെ കാരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാർ, നിത്യ മേഡം வந்து எனக்கு சிஸ்டர் மாதிரி. நாங்கள் எல்லாரும் நித்யா மேடத்துக்கு ஒரு நல்ல லைஃப் வரும்னு தான் நினச்சிருந்து. அது அந்த ജീവൻ കൂടെ അല്ല സാർ, അവർ வந்து കൊലയാളി. ശരവണ നടന്നോ സാർ? ജീവൻ അവർ வந்து என்ன எது வேணாலும் பண்ணட்டும் சார். நித்யா மேடம் அதுக்குள்ளே பெட்டு போயிருக்கு சார். கொஞ்சம் வெயிட் பண்ணலாமா சார்? சுஜாதா மேடம் கூட சொல்லியிருக்கு நித்யாவே உங்க கூட. ശരവണ, ചില കാര്യങ്ങൾ ആവർത്തിച്ച് സംസാരിക്കുന്നത് ഈ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടാണ്. ഞാനിനി ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ முடிவு பண்ணிட்டீங்களா സാർ? തീരുമാനിക്കണം, തീരുമാനിച്ചേ പറ്റൂ. നമ്മുടെ നിത്യയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് ഞാനും കൂടെ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അത് ഞാൻ മനസ്സിലാക്കണ്ടേ? അയ്യോ, ഈ ഒഴിഞ്ഞു മാറുന്നത് നിത്യ ഓർത്തിട്ടൊന്നുമല്ല, അത് സ്നേഹ കൂടുതലുമുണ്ടാ. ശരവണൻ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, ഈ പിടിച്ചെടുക്കുന്നത് മാത്രമല്ല സ്നേഹം, വിട്ടുകൊടുക്കുന്നതും സ്നേഹം തന്നെയാണ്. സാർ, ഞാൻ யாரும் அல்ல சார். எனக்கு எந்த ரைட்ஸும் கிடையாது. ஆனாலும் ஒரு கனவு இருந்து நீங்கள் 2 பேரும் சேர்ந்து ஒரு குடும்பமாக இருக்கணும். கல்யாணி, ஆதி எல்லாവരും நீங்கள் பிள்ளைகளாய் நல்லாமே இருக்கிறது நான் கனவு கண்டு போயாச்சு சார். அந்த கனவு அப்படியே தூக்கி எறிய முடியலை சார். அதான் தான் சொல்கிறேன் சார். ஒரு வாட்டி கூட நினைச்சு பாருங்க சார். நீங்க இங்க இருந்தா அதெல்லாம் அவருடைய மனசுக்குள்ள ஒரு தைரியமா இருக்கு சார். அதுதான் சொல்றேன். வரட்டுமா சார்? சரி. ബൈക്കിന്റെ EMI അടയ്ക്കാൻ പറ്റാത്തതിന് യുവാവ് ആത്മഹത്യ ചെയ്തെന്ന്. അതെന്തോന്നൊരു EMI? ചെറുപ്പക്കാരൊരു കാര്യം. രാമകൃഷ്ണേട്ടാ, ഓ വാ. എന്താ രണ്ടുപേരും കൂടി? രഘു ഇരിക്കെ. ഹരി ഇവിടെ? അല്ല, അവൻ പുറത്തോട്ടൊന്ന് പോയിരിക്കുക. എന്തൊക്കെയുണ്ട് രഘു വിശേഷങ്ങള്? കാര്യങ്ങളൊക്കെ കുറെ കാലമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ആ, ഞാൻ പലപ്പോഴും ഒരു ഗസ്റ്റിനെ പോലെയാണല്ലോ. എന്തായാലും ഇനി ഞാനിവിടെ സ്ഥിരമായിട്ടുണ്ടാവും. ഓ, റിട്ടയർമെന്റിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി കുറച്ച് പേപ്പർ വർക്ക് കൂടി ബാക്കിയുള്ളൂ. ആ, അതെന്തായാലും നന്നായി രഘു. സുജാതയുടെ തനിച്ചുള്ളൊരു ഓട്ടം ഇനി ഇങ്ങോട്ട് അവസാനിക്കുമല്ലോ. ഏതാ അല്ലേ സുജാതേ? അതെ രാമകൃഷ്ണേട്ടാ, ഇത്രയും കാലം ഞാനും കരുതിയിരുന്നത് കുടുംബത്തിന്റെ ഭാരം രഘുവേട്ടന്റെ തലയിലേക്ക് പോകരുതെന്ന. ഇനി അത് പറ്റില്ല. ഭാരം കൂടി വരുമ്പോ ഒരത്താണി വേണ്ടേ അവരിനെ ഇറക്കി വെക്കാൻ. ആ, ആ ഹരി, ഞങ്ങൾ തന്നെ കാത്തിരിക്കായിരുന്നു.
എന്താ? വാ, വന്നിരിക്കേ. ആ വാടാ. ആ, നാളെ മനുവിന്റെ വീട്ടിൽ നിന്നും അവന്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. ആ, മനുവിന്റെയും ജ്യോതിയുടെയും വിവാഹത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയാ അവരുടെ വരവ്. രണ്ടുപേരും അവിടെ ഉണ്ടാവണം. ഓ ഓ നമ്മളെല്ലാവരും കൂടി ചേർന്ന് വേണം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ. അമ്മാവൻ വരും. നാളെ എനിക്ക് ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അത്യാവശ്യ കാര്യങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയതല്ലേ? അങ്ങോട്ട് വരാതിരിക്കാൻ അല്ലേ ഹരി? അല്ല, അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ജ്യോതിയുടെ വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? അല്ല, അതവൻ പറയുന്നത് സത്യവാ. മനുവും ജ്യോതി അന്വേഷിച്ച് വരുന്ന മുതലേ മിക്കവാറും എല്ലാ നേരത്തും ഇവന്റെ സംസാരം അത് തന്നെയാ. എന്നിട്ട് ആ ഉത്സാഹം ഹരിയിൽ കാണുന്നില്ലല്ലോ. എടോ ഹരി, നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലൂടെയും ജീവിതം പല രീതിയിലാണ് കടന്നു പോകുന്നത്. താൻ പാടവരമ്പിലും നാട്ടിൻപുറത്തും കണ്ട ജീവിതമല്ല ഞാൻ നിത്യേന കാണാറുള്ളത്. ഉണർവായിരിക്കും. തൽക്കാലം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എന്തായാലും ജ്യോതിയുടെ കാര്യം ഒന്ന് കഴിയട്ടെ. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നമുക്കൊരു തീരുമാനം എടുക്കാം. അല്ല, നിങ്ങൾ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കോരിക്കൂ. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടാവും. ആ രഘുവേട്ട, എന്ന് നമുക്ക് ഇറങ്ങിയാലോ? ഓ ഓ ആ ഹരി, നാളെ മനുവിന്റെ അച്ഛനും അമ്മയും വരുമ്പോ തന്നെ ഒരു ജോലിസിനെ കൂടി വിളിക്കാമെന്നാ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അല്ല, ഇവിടെ ആരാ വിശ്വസ്തനായ ഒരാള് നമുക്കൊന്ന് വിളിക്കാൻ? അത് അത് ഞാൻ വിളിച്ച് അറേഞ്ച് ചെയ്തോളാം. താങ്ക്സ്. അപ്പൊ വരട്ടെ. വാ. എന്താ വരുന്നു മോനെ ഹരി? എന്നോട് പറഞ്ഞത് സത്യമാണെങ്കിൽ എൻ്റെ ജ്യോതിക്ക് ഒരു ഏട്ടനും കൂടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മാവ, അമ്മാവൻ അവിടെ പോണം. എല്ലാത്തിലും പങ്കെടുക്കണം. അല്ല, അപ്പൊ നീ എവിടെ പോണു? ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതന്നെ നല്ലത്. എന്തിനി? ആദ്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ജ്യോതി ആന്റിയുടെ കല്യാണം കഴിയുമ്പോ ആദ്യം ജ്യോതി ആന്റിയുടെ കൂടെ പോവോ? ഞാൻ എന്തിനാ പോകുന്നേ? ആദ്യ ജ്യോതി ആന്റി പ്രസവിച്ചതല്ലേ, അപ്പൊ ജ്യോതി ആന്റിയുടെ കൂടെയല്ലേ പോവേണ്ടത്? അങ്ങനെയാണെങ്കിൽ നീ വീണ ആന്റീനൂടെ പോകാത്തത് എന്താ? എന്തിനാ എന്റെ നിത്യമ്മ അമ്മേന്ന് വിളിക്കുന്നേ? അത് ഞാൻ ഒരിടത്തും പോകുന്നില്ല.
എന്റെ അമ്മ നിത്യാമ്മയാ. നിത്യാമ്മ എന്നെ ആർക്കും വിട്ടുകൊടുക്കേയില്ല. ആദ്യ പോവണ്ട. ആദ്യ പോയാ പിന്നെ എനിക്കാരാ കൂട്ട്? ഇപ്പോ എനിക്ക് ആദ്യയുടെ കൂടെ നടക്കാം, കളിക്കാം, ഒന്നിച്ച് പഠിക്കാം. ആദ്യ പോയാ പിന്നെ ഒരു രസവും ഉണ്ടാവില്ല. ഞാൻ പോകുന്നില്ലല്ലോ. എനിക്ക് വേറെ ആരും വേണ്ട. ആര് പറഞ്ഞാലും ഞാൻ പോകേയില്ല. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? ആദ്യം നിത്യാമ്മയോട് പറ ആദ്യനെ പറഞ്ഞയക്കരുതെന്ന്. ഞാൻ അച്ഛനോട് പറയാം. അച്ഛൻ പറഞ്ഞാ നിത്യാമ്മ കേക്കുമല്ലോ. ശരി, നീ വാ. ആദിയുടെ അച്ഛൻ സബ് കളക്ടർ ആണല്ലേ? ആദിക്കിനി സ്കൂളിൽ നല്ല വെയിറ്റ് ആയിരിക്കല്ലോ. കളക്ടറിന്റെ മോനല്ലേ? ഞാൻ അങ്ങനൊന്നും ആരോടും പറയില്ല. എന്റെ അമ്മ നിത്യാമ്മ തന്നെയാ. ഞാൻ വേറൊന്നും പറയുന്നില്ല. നീ നടക്ക്. ഞാനെന്നാ പോട്ടെ ആദി. നിത്യാമ്മയോട് ചോദിക്കല്ലോ. ആ, കല്യാണി അച്ഛനോടും പറയണേ. ഞാൻ പറയാം. അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കുകയും ചെയ്യാം. ഒന്നാ ശരി. ടാറ്റാ. നിത്യാമ്മ, നിത്യാമ്മ. മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ഇതുവരെ? ഇല്ല. അതെന്താ ഇത്രയും നേരിട്ട് ഉറങ്ങാത്തെ? ഉറക്കം വന്നില്ല. എന്താ കാരണം? നിത്യാമ്മനെ പറഞ്ഞയക്കോ? എങ്ങോട്ട്? ജ്യോതിയുടെ കല്യാണം കഴിയുമ്പോ എന്നെ ജ്യോതിനോട് പറഞ്ഞു വിടോ? അയാളില്ലേ, ആ ജ്യോതിയെ കാണാവുന്ന ആള്, കളക്ടർ. അയാളെന്നല്ല, അത് മോന്റെ അച്ഛനാ. എനിക്കങ്ങനെ ആരും വേണ്ട നിത്യാമ്മ. എനിക്ക് ജ്യോതിയുടെ പോവാൻ വേണ്ട. ആര് പറഞ്ഞാലും നിത്യാമ്മ എന്നെ വിട്ടുകൊടുക്കില്ലെന്ന് പറ നിത്യാമ്മ. നിത്യാമ്മ വാരിത്തരാതെ ഞാനെങ്ങനെയാ ഭക്ഷണം കഴിക്കുക? നിത്യാമ്മയുടെ കൂടുതലുണ്ട് ഞാനെങ്ങനെയാ ഉറങ്ങുക? അതൊക്കെ നമുക്ക് നാളെ നേരം എടുത്തിട്ട് ആലോചിക്കാം. അമ്മയുടെ മോൻ പോയി കിടന്നുറങ്ങ്. പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. നിത്യാമ്മയുടെ കൂടെ നിക്കണ്ട, അവരുടെ കൂടെ എന്റെ അടുത്ത് പോവാൻ പറഞ്ഞുണ്ടല്ലോ. ഞാൻ എവിടെങ്കിലും ഓടിപ്പോവേ, പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വരികയില്ല. വേണ്ട വേണ്ട, ഓടിപ്പോന്ന കാര്യമൊന്നും പറയണ്ട. 2 പേർക്കുണ്ട് ഇങ്ങനൊരു പറച്ചില്. നിനക്കും കല്യാണിക്കും. ഓടിപ്പോയിട്ട് എന്ത് ചെയ്യാനാ? മോന് വിഷമായോ? എന്നെ പറഞ്ഞഴിക്കണെന്ന് പറ നിത്യാമ്മ. നിത്യാമ്മയുടെ അടുത്തുനിന്ന് പോയാ ഞാൻ ചത്തുപോവും. പറ, എന്നെ വീട്ടിലൊന്ന് പറ നിത്യാമ്മ. ഇല്ല മോനെ, നിത്യമ്മ മോനോട് പോവാൻ പറയില്ല. മോൻ പോയ പിന്നെ നിത്യമ്മയുടെ ജീവിതത്തിന് അർത്ഥമൊന്നും ഉണ്ടാവില്ല. നിത്യമ്മയ്ക്കൊന്ന് ചേർത്ത് പിടിക്കാൻ മോൻ മാത്രല്ലേ ഉള്ളൂ. ഓ നിത്യമ്മയുടേതാ, വേറെ ആരുടേതുമല്ല.
ഒന്നും പറയാത്തെ? അച്ഛന് പറഞ്ഞൂടെ ആദ്യനെ ജ്യോതി ആന്റിയുടെ കൂടെ വിടണ്ടെന്ന്? നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ നാളെ ആദ്യയോട് അച്ഛൻ്റെ അടുത്ത് വരാൻ പറയാം. അപ്പൊ അച്ഛൻ അവനോട് പ്രോമിസ് ചെയ്യണം അവനെ പറഞ്ഞേക്കില്ലാന്ന്. അതൊക്കെ അവരുടെ കുടുംബകാര്യ, അതിലൊന്നും നമ്മൾ ഇടപെടാൻ പാടില്ല. അപ്പൊ പിന്നെ നിത്യാമ്മ നമ്മുടെ കുടുംബത്തിലല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാ ആദിയുടെ കാര്യം അവരുടെ കുടുംബക്കാരിയാവണേ? നീ തർക്കിക്കൊന്നും വേണ്ട, കിടന്നുറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങണം. പറ്റില്ല. അച്ഛൻ എന്നോട് പ്രോമിസ് ചെയ്യാതെ ഞാൻ ഉറങ്ങില്ല. നിനക്ക് എന്തൊക്കെ ഈ പാതിരാത്രിയിൽ അറിയേണ്ടത്? ബന്ധങ്ങളെ കുറിച്ച് എന്നോട് സംസാരിക്കാൻ നീ വളർന്നോ? ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞാ വേണ്ടാന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നീ എന്റെ മുന്നിലേക്ക് വരണ്ട, മനസ്സിലായോ? എല്ലാരും കൂടെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഉറങ്ങാൻ വരുന്ന മുറിയിൽ പോലും സ്വസ്ഥതയില്ലാന്ന് പറഞ്ഞ എടാ ഹരി, നീ വാതിലൊന്ന് തുറന്നേ. ഹരി, വാതിൽ തുറക്ക്. അച്ഛനെ, അത് 100 കാര്യങ്ങൾ ആലോചിച്ച് നടക്കുന്നതല്ലേ. അത് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കും മോൾ ഈ കാര്യം എടുത്തിട്ടത്. അയ്യേ, മോള് വിഷമിക്കാതെ കേട്ടാ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ മോളടുത്ത് വരും, മോളെ സമാധാനിപ്പിക്കുകയും ചെയ്യും കേട്ടാ. മോളിപ്പോ കരച്ചിൽ നിർത്തി പോയി കിടക്കാൻ നോക്ക്. ചെല്ല്. ചെല്ലടാ. എടാ മോനെ, നിന്റെ ഉള്ളിലെ വിഷമമൊക്കെ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് തീർക്കുന്നത് ആ കുഞ്ഞിനോടല്ലല്ലോ. മോളെ, അവളാകെ പേടിച്ചുപോയി. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് പോയി സമാധാനിപ്പിക്കേ. ചെല്ല്. ഇടാ മോനെ, നീ തന്നെ ഒരു തീരുമാനം എടുക്കുക. എന്നിട്ട് അതിൻ്റെ പേര് ഇങ്ങനെ പ്രാണം പെടഞ്ഞാലോ? അതും പെടഞ്ഞങ്ങ് തീരട്ടെ. ഇത്രയും കാലം ജീവിച്ചിരിക്കാന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അമ്മാവൻ പോയി കിടന്നോ? എന്റെ ഉറക്കവും സ്വപ്നമൊക്കെ കടലെടുത്തങ്ങ് പോയി. ചിലത് കടലെടുത്താലേ തിരകൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ആ പ്രതീക്ഷയില്ല. പോയത് പോയി.